വെൽക്കം ബാക്ക് ടു വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സ്. ഒരു റാലിക്ക് ശേഷം അനിവാര്യമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു പോയ വാരം ഇന്ത്യൻ വിപണിയിൽ കണ്ടത്. ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലെ വീക്കിലി എക്സ്പയറി പെട്ടെന്ന് നിർത്താൻ സാധിക്കില്ല എന്ന സെബി ചെയർമാന്റെ പ്രസ്താവന ട്രേഡേഴ്സിന് ആശ്വാസം പകർന്നു. ഒപ്പം ഭേദപ്പെട്ട റിസൾട്ടും പ്രധാന സപ്പോർട്ട് ലെവൽ കൈവിടാതെ നിലനിർത്താൻ നിഫ്റ്റിയെ സഹായിച്ചു. പ്രതിവാരാടിസ്ഥാനത്തിൽ നിഫ്റ്റി 50 0.28% നേരിയ നഷ്ടം നൽകിയപ്പോൾ സെൻസെക്സ് 0.32% നഷ്ടവും നൽകി. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടത് നിഫ്റ്റി ഓട്ടോ സൂചികയാണ്. നഷ്ടം 1.1%. നിഫ്റ്റി ബാങ്കും ഫ്ലാറ്റിഷ് ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയുടെ നഷ്ടം 0.94%. 0.5% നഷ്ടം നിഫ്റ്റി ഫാർമയും IT സൂചികയും റിപ്പോർട്ട് ചെയ്തു. പൊതുമേഖലാ ബാങ്കുകളിലെ FI നിക്ഷേപം 20% നിന്നും 49% ഉയർത്തുമെന്ന പ്രതീക്ഷകളും ഒപ്പം മികച്ച ടെക്നിക്കൽ നിലയും കൂടി ആയപ്പോൾ വിപണിയിലെ വിൽപ്പനാ സമ്മർദ്ദങ്ങൾക്കിടയിലും സർവ്വകാല ഉയരം മറികടക്കാൻ PSU ബാങ്കിന് ഇൻഡെക്സിൽ സാധിച്ചു. നേട്ടം 4.45% മുകളിലേക്കാണ് ഉയർന്നത്. 2.56% നേട്ടം മെറ്റൽ സൂചികയും നൽകി. 1.5% നേട്ടവുമായി നിഫ്റ്റി എനർജി സൂചികയും കരുത്ത് പ്രകടമാക്കി. പ്രതീക്ഷിച്ചതുപോലെ ഫെഡ് 25% ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറച്ചുവെങ്കിലും ഡിസംബറിൽ റേറ്റ് കട്ടിന്റെ സാധ്യത കുറഞ്ഞത് നിക്ഷേപകർക്കിടയിൽ ആശങ്ക പടർത്തി. ഇതിനെ തുടർന്ന് സർവ്വകാല ഉയരം മറികടന്ന് അമേരിക്കൻ സൂചികളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നേരിട്ടത്. ഒപ്പം മികച്ച പാദഫലങ്ങൾ പുറത്തുവിട്ടെങ്കിലും സെയിൽസിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുമെന്ന കമ്പനിയുടെ പ്രഖ്യാപനങ്ങൾ മെറ്റ ഓഹരികളിലും സെല്ലിംഗ് പ്രഷറിന് കാരണമായി. അതേസമയം ആഴ്ചയുടെ അവസാനം തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും കാര്യമായ പുരോഗതി നേടാൻ വിപണിക്ക് കഴിഞ്ഞില്ല. പ്രതിവാര അടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് 0.75% നേട്ടം നൽകിയപ്പോൾ നാസ്ഡാക്ക് 100 1.97% കുതിപ്പാണ് നടത്തിയത്. S&P 500 0.71% നേട്ടവും നൽകി. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ നവംബർ 3 വരുന്ന വിവിധ PMI കണക്കുകളാണ് വിപണിക്ക് നിർണായകമാകുക. S&P ഗ്ലോബലും ISM പബ്ലിഷ് ചെയ്യുന്ന നിർമ്മാണ മേഖലയുടെ PMI കണക്കുകളായിരിക്കും ഇതിൽ ആദ്യം വരുന്നത്. നിർമ്മാണ മേഖലയിൽ നേരിയ തോതിലുള്ള പുരോഗതി ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള അനുമാനം. നവംബർ 4 സെപ്റ്റംബറിൽ ജോൾട്ടിന്റെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ പബ്ലിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഓഗസ്റ്റിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റകളും പബ്ലിഷ് ചെയ്യും. നവംബർ 5 ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഡാറ്റയും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബറിലെ ഡാറ്റകളാണ് വരുന്നത്. ഒപ്പം ISMന്റെ നിർമ്മാണ ഇതര PMIയും S&P ഗ്ലോബലിന്റെ സർവീസസ് കോമ്പോസിറ്റ് PMI കണക്കുകളും പബ്ലിഷ് ചെയ്യും. നിർമ്മാണ മേഖലയുടേതുപോലെ സർവീസസ് കോമ്പോസിറ്റ് PMIയിലും നേരിയ തോതിലുള്ള വർധനവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. നവംബർ 6 മൂന്നാം പാദത്തിലെ നോൺ ഫാം പ്രൊഡക്ടിവിറ്റി ഡാറ്റകളും പബ്ലിഷ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US സർക്കാരിൻ്റെ ഷട്ട് ഡൗൺ തുടരുന്നത് ചില ഡാറ്റകളുടെ കൃത്യസമയത്തുള്ള പബ്ലിഷിംഗിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ECB പലിശ നിരക്കിൽ തൽസ്ഥിതി തുടരുന്നതും മികച്ച GDP കണക്കുകളുമായിരുന്നു യൂറോപ്യൻ വിപണികളെ പ്രധാനമായും നയിച്ചത്. എങ്കിലും പല സൂചികകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായിരുന്നു. പ്രതിവാരാടിസ്ഥാനത്തിൽ CAC 40 1.27% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഡാക്സിൽ 1.16% നഷ്ടവുമാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം സർവ്വകാല ഉയരത്തിലേക്ക് കുതിച്ച FTSE 100 0.74% നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത്. PMI കണക്കുകളോടായിരിക്കും യൂറോപ്യൻ വിപണികൾ ആദ്യം പ്രതികരിക്കുക. നവംബർ 3 ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ നിർമ്മാണ മേഖലയുടെ PMI കണക്കുകളാണ് ഇതിൽ ആദ്യം എത്തുക. യൂറോപ്യൻ രാജ്യങ്ങളുടെ നിർമ്മാണ മേഖലയിൽ നേരിയ പുരോഗതിയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് 5 ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ സർവീസസ് PMI കണക്കുകളും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പോസിറ്റ് PMI കണക്കുകളും നമുക്ക് അറിയാൻ കഴിയും. ഇതോടെ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒക്ടോബറിലെ പ്രകടനം നിക്ഷേപകർക്ക് കൂടുതൽ വ്യക്തമാകും. നവംബർ 6 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ധനനയ യോഗ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിനെ പോലെ പലിശ നിരക്കിൽ തൽസ്ഥിതി തുടരുമോ അതോ ഫെഡിന്റെ പാത പിന്തുടരുമോ എന്നാണ് നിക്ഷേപകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ബാങ്ക് ഓഫ് ജപ്പാന്റെ പലിശ നിരക്കിൽ തൽസ്ഥിതി തുടർന്നെങ്കിലും ഡിസംബറിൽ നിരക്ക് വർധന ഉണ്ടാകുമെന്ന സൂചന നൽകിയത് ഏഷ്യൻ വിപണികളുടെ ഗതിയെ സ്വാധീനിച്ചു. നവംബർ 2 വന്ന ചൈനയുടെ കാക്സിൻ നിർമ്മാണ PMI കണക്കുകളോടായിരിക്കും ആദ്യം വിപണി പ്രതികരിക്കുക. നവംബർ 4 ചൈനയുടെ കാക്സിൻ സർവീസ് മേഖലയുടെ PMI കണക്കുകളും അറിയാൻ കഴിയും.
അന്ന് തന്നെ ബാങ്ക് ഓഫ് ജപ്പാന്റെ MPC മീറ്റിംഗ് മിനിറ്റ്സും പബ്ലിഷ് ചെയ്യുന്നതാണ്. ജപ്പാനീസ് സെൻട്രൽ ബാങ്കിന്റെ ഭാവി നടപടികളെക്കുറിച്ചുള്ള ഒരു ചിത്രം ഈ മിനിറ്റ്സിന് നിക്ഷേപകർക്ക് നൽകാൻ കഴിയും. തുടർന്ന് 5-ന് ജപ്പാന്റെ സർവീസസ് PMA ഡാറ്റകളും അറിയാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ വിവിധ പ്രധാന എക്കോണമികളുടെ PMA കണക്കുകളോടായിരിക്കും ആദ്യം വിപണികൾ പ്രധാനമായും പ്രതികരിക്കുക. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇടിവാണ് പോയ വാരം രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.89% ഇടിഞ്ഞ് ബാരലിന് 64.46 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WT ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 0.97% ഇടിവോടെ ബാരലിന് 60.48 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇത് തുടർച്ചയായി 3-ാം മാസമാണ് ക്രൂഡ് വില ഇടിവിപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഈ വീക്ക് പരിശോധിക്കുകയാണെങ്കിൽ OPEC+ രാജ്യങ്ങളുടെ മീറ്റിംഗിൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഇത് ഓവർ സപ്ലൈക്ക് ഇടയാക്കും എന്ന കാരണത്താലാണ് ഇപ്പോൾ എണ്ണവില വർദ്ധിപ്പിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $63.78 തുടർന്ന് $62.82 റെസിസ്റ്റൻസ് നോക്കുമ്പോൾ $66 ആദ്യ റെസിസ്റ്റൻസ് ഉള്ളത്. ഈ ഒരു ലെവൽ മറികടന്നാൽ $66.85 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുന്നതായിരിക്കും. WT ക്രൂഡിന്റെ ടെക്നിക്കൽസ് നോക്കുമ്പോൾ ആദ്യ സപ്പോർട്ടായി വരുന്നത് $60.04 തുടർന്ന് $59.35 റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ $62.33 ആദ്യ റെസിസ്റ്റൻസ് കാണാവുന്നത്. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $63.56 ലെവലുകളും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 2.65% ഇടിവോടെ $4002.69 പെർ ട്രോയ് ഔൺസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US ചൈന ട്രേഡ് ഡീലിന്റെ ശുഭസൂചനകളും US ചൈനയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ ഫെൻഡേൽ താരിഫ് 10% കുറച്ചതും സേഫ് ഹെവൻ എന്ന നിലയിലുള്ള സ്വർണത്തിന്റെ ഡിമാൻഡ് കുറച്ചിട്ടുണ്ട്. കൂടാതെ US ഫെഡ് ഇനി റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞത് ഡോളർ കൂടുതൽ കരുത്താർജിക്കാൻ കാരണമായി. ഇത് സ്വർണത്തിന്റെ ബൈയിങ് ഇൻട്രസ്റ്റ് കുറയാൻ കാരണമായിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് വരുന്നത് $3959 തുടർന്ന് $3883 അപ്സൈഡിലേക്ക് നോക്കുമ്പോൾ $4153 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $4251 എന്ന ലെവലിലും റെസിസ്റ്റൻസ് കാണാവുന്നതാണ്. ഇന്ത്യൻ രൂപ പോയ വാരത്തിൽ വലിയ ഇടിവിനാണ് സാക്ഷ്യം വഹിച്ചത്. USD INR വാരാന്ത്യത്തിൽ 1.05% ഉയർന്ന് 88.71 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് 88.86 എന്ന ലെവലിലും തുടർന്ന് 89.08 എന്ന ലെവലിലുമാണ്. മറുവശത്ത് 88.06 എന്ന ലെവലും റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ മറികടന്നാൽ 87.64 എന്ന ലെവലും നമുക്ക് റെസിസ്റ്റൻസായി പരിഗണിക്കാം. പോയ വാരത്തിൽ അനുമാനങ്ങൾക്ക് അനുസൃതമായ IIP മാനുഫാക്ചറിംഗ് ഡാറ്റകളായിരുന്നു വന്നത്. എങ്കിലും മൈനിങ് പോലുള്ള ചില കോർ വ്യവസായങ്ങളിൽ ഉണ്ടായ ഇടിവ് അനലിസ്റ്റുകളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. -0.4% സെപ്റ്റംബറിലെ മൈനിങ്ങിൻ്റെ വളർച്ചാ നിരക്ക്. അതേസമയം നിർമ്മാണ മേഖലയുടെ വളർച്ചാ നിരക്ക് 4.8%, ഇലക്ട്രിസിറ്റി സെക്ടറിൻ്റെ വളർച്ചാ നിരക്ക് 3.1% തുടർന്നു. FIകൾ പോയ വാരത്തിൽ 2102.87 കോടി രൂപയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIകൾ അവരുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 18804.26 കോടി രൂപയുടെ അറ്റ നിക്ഷേപമാണ് DIകൾ നടത്തിയത്. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ ഓട്ടോ സെയിൽസ് കണക്കുകളായിരിക്കും ആഭ്യന്തര വിപണികൾക്ക് നിർണായകമാകാൻ പോകുന്നത്. GST പരിഷ്കാരങ്ങളും ഉത്സവ സീസണിലെ വിൽപ്പനയും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് കമ്പനികൾക്കുള്ളത്. എന്നിരുന്നാലും ദുർബലമായ മാർക്കറ്റ് സെന്റിമെന്റ്സ്, പുതിയ ലോഞ്ചുകളിലുണ്ടായ കുറവ്, ഉയർന്ന ഇൻവെന്ററി ലെവലുകൾ എന്നിവ തിരിച്ചടിയായേക്കുമോ എന്ന് FADA പങ്കുവെക്കുന്നുണ്ട്. സെയിൽസ് കണക്കുകളിൽ കോഷ്യസ് ഒപ്റ്റിമിസമാണ് FADAയിലെ അനലിസ്റ്റുകൾ സ്വീകരിച്ചത്. ഒപ്പം നവംബർ 3-ന് നിക്കി ആൻഡ് S&P ഗ്ലോബൽ പബ്ലിഷ് ചെയ്യുന്ന നിർമ്മാണ മേഖലയുടെ PMI, 6-ന് എത്തുന്ന സർവീസസ് കോമ്പോസിറ്റ് PMI എന്നീ ഡാറ്റകളും അനലിസ്റ്റുകളുടെ ശ്രദ്ധ ആകർഷിക്കും. നവംബർ 7-ന് പതിവ് പോലെ ഫോറക്സ് ഡാറ്റയും പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഫോറക്സ് റിസർവ് $702.28 ബില്യൺ നിന്നും $695.36 ബില്യൺ കുറഞ്ഞു. കോർപ്പറേറ്റ് തലത്തിൽ പ്രധാനികളായ TVS മോട്ടോർ, അദാനി ഗ്രീൻ എനർജി, L&T, കോൾ ഇന്ത്യ, ITC, അദാനി പവർ, DLF, സിപ്ല,
മാരുതി, ഭാരത് പെട്രോളിയം എന്നിവയുടെ പാദഫലങ്ങളായിരുന്നു പോയ വാരം വിപണിയെ സ്വാധീനിച്ചത്. അദാനി ഗ്രീൻ എനർജിയുടെ പാദഫലം പുറത്തു വന്നപ്പോൾ ലാഭത്തിൽ 25% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. എല്ലാൻഡിയുടെ ലാഭം 16% ഉയരുകയും വരുമാനത്തിൽ 10% നേട്ടവും കാഴ്ചവെച്ചു. FMCGയിലെ പ്രമുഖ കമ്പനിയായ ITCയുടെ റിസൾട്ടിൽ വരുമാനത്തിൽ കുറവാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ലാഭം ഉയർത്തി 6252 കോടിയായിട്ട് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചു. കോൾ ഇന്ത്യയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാണാൻ സാധിച്ചത്. വരുമാനവും ലാഭവും ഇടിവായിട്ടാണ് കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചത്. മാരുതിയുടെ റിസൾട്ട് രണ്ടാം പാദത്തിൽ മികച്ചതായിരുന്നു. ലാഭം 8%, വരുമാനം 13% കമ്പനി ഉയർത്തി. അടുത്ത വാരം 3-ന് റിസൾട്ടുകളുമായി എത്തുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഭാരതി എയർടെൽ, ടൈറ്റൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അംബുജ സിമന്റ്സ് എന്നിവയാണ്. ഭാരതി എയർടെലിന്റെ രണ്ടാം പാദത്തിൽ സ്ട്രോങ് സബ്സ്ക്രൈബർ അഡീഷൻ, ഹയർ ARPU, ഹെൽത്തി ഗ്രോത്ത് ഇൻ വയർലെസ് ആൻഡ് ബ്രോഡ്ബാൻഡ് സെഗ്മെന്റ് എന്നീ കാരണങ്ങളാൽ ലാഭത്തിൽ 97% വരെ വാർഷിക വർധനവാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. 4-ന് പാദഫലങ്ങളുമായി എത്തുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, M&M, അദാനി പോർട്ട്, അദാനി എന്റർപ്രൈസസ്, ഇൻഡിഗോ എന്നിവയാണ്. ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായ SBIയുടെ പാദഫലം വരുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റിസൾട്ടാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. വരുമാനത്തിലും ലാഭത്തിലും ഉയർച്ചയാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അദാനി എന്റർപ്രൈസിലേക്ക് വരുമ്പോൾ നവി മുംബൈയിലെ വിമാനത്താവളം കമ്മീഷൻ ചെയ്യുന്നത് അദാനി എന്റർപ്രൈസസിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാനത്താവള ഓപ്പറേറ്ററായി മാറ്റും. കൂടാതെ ഹിൻഡൻബർഗ് അന്വേഷണം സെബി അവസാനിപ്പിച്ചതും കമ്പനിക്ക് ഗുണകരമാകും. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണത്തെ റിസൾട്ട് കൂടി പോസിറ്റീവായാൽ വിപണിയിൽ കമ്പനിക്ക് മുന്നേറാനാകുമെന്നാണ് ബ്രോക്കറേജുകൾ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തവണത്തെ റിസൾട്ട് കമ്പനിക്ക് ഏറെ നിർണായകമാണ്. 5-ന് റിസൾട്ടുകളുമായി എത്തുന്ന കമ്പനികൾ സൺ ഫാർമ, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രിയിൽ വിപണി പ്രതീക്ഷിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ 8% വർധനവും വരുമാനത്തിൽ 9%-ലധികം വർധനവുമാണ്. 6-ാം തീയതി റിസൾട്ടുമായി എത്തുന്ന കമ്പനികൾ LIC, കുമ്മിൻസ് ഇന്ത്യ, ABB, അപ്പോളോ ഹോസ്പിറ്റൽസ്, മാൻകൈൻഡ് ഫാർമ എന്നിവയാണ്. 7-നാണ് ബജാജ് ഓട്ടോ, ഹിൻഡൽകോ, ഡിവിസ് ലാബ്, ട്രെൻഡ്, ടൊറൻ ഫാർമ എന്നീ കമ്പനികളുടെ പാദഫലങ്ങൾ എത്തുന്നത്. രണ്ടാം പാദത്തിൽ ബജാജ് ഓട്ടോയുടെ വരുമാനത്തിൽ 17%-ലധികം ഉയർച്ചയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 14,000-ലധികം കോടി രൂപയുടെ കണക്ക് രേഖപ്പെടുത്തുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 8,000-ലധികം കോടിയുടെ ഒരു സംഖ്യയും രേഖപ്പെടുത്താനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എബിറ്റയിൽ 13% വർധനവുമാണ് പ്രതീക്ഷിക്കുന്നത്. 8-ന് റിസൾട്ടുകളുമായി എത്തുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ആന്തം ബയോസയൻസും റിയൽറ്റി മേഖലയിൽ നിന്നുള്ള ആനന്ദ് രാജുമാണ്. IPO മാർക്കറ്റിലേക്ക് വന്നാൽ വരുന്ന വാരം ഓർക്ല ഇന്ത്യ ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 1996-ൽ സ്ഥാപിതമായ ഇന്ത്യൻ ഫുഡ് കമ്പനിയാണ് ഓർക്ല. പ്രൈസ് ബാൻഡായി നിശ്ചയിച്ചിരിക്കുന്നത് 695 രൂപ മുതൽ 730 രൂപ വരെയാണ്. സബ്സ്ക്രിപ്ഷനിലൂടെ 1667.54 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. നവംബർ 6-നാണ് ഓർക്ല ഇന്ത്യ ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ആഴ്ച നവംബർ 7-ന് സ്റ്റഡ്സ് ആക്സസറീസ് ഓഹരികളും ലിസ്റ്റ് ചെയ്യും. 1983-ൽ സ്ഥാപിതമായ കമ്പനി 2-വീലർ ഹെൽമറ്റ് ആൻഡ് മോട്ടോർ സൈക്കിൾ ആക്സസറീസിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒക്ടോബർ 30-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് നവംബർ 3-നാണ്. ഇഷ്യയിലൂടെ 455.49 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡായി നിശ്ചയിച്ചിരിക്കുന്നത് 557 രൂപ മുതൽ 585 രൂപ വരെയാണ്. ഏറ്റവും മികച്ച ഒമ്നി ചാനൽ സാന്നിധ്യത്തോടെ ഓൺലൈൻ ടു ഓഫ്ലൈൻ മെത്തേഡിലൂടെ രാജ്യത്തെ ഐവെയർ ഇൻഡസ്ട്രിയെ പൂർണ്ണമായും മാറ്റിമറിച്ച കമ്പനി വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുന്നു. മറ്റാരുമല്ല, ലെൻസ്കാർട്ട് സൊല്യൂഷനാണ്. ഒക്ടോബർ 31-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് നവംബർ 4-നാണ്. ഇഷ്യയിലൂടെ 7,278.02 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 382 രൂപ മുതൽ 402 രൂപ വരെയാണ്. നവംബർ 10-നായിരിക്കും ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. വരുന്ന വാരം സബ്സ്ക്രിപ്ഷനുമായി എത്തുന്ന മറ്റൊരു കമ്പനി ഗ്രോയുടെ പാരന്റ് കമ്പനിയായ ബില്യൺ ബ്രെയിൻസ് ഗ്യാരേജ് വെഞ്ചേഴ്സ് ആണ്. 2017-ൽ സ്ഥാപിതമായ ഫിൻടെക് കമ്പനി ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നവംബർ 4-ന് ഓപ്പണാകുന്ന സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് നവംബർ 7-നാണ്. ഇഷ്യയിലൂടെ 6,632.3 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 95 രൂപ മുതൽ 100 രൂപ വരെയാണ്.
നവംബർ 12-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നത്. നിക്ഷേപകരെ നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു സൂചികകൾ ഒക്ടോബർ സീരീസിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി സൂചിക 26,000 കടന്നിട്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ 173 പോയിന്റ് അകലെയായിരുന്നിട്ടും സൂചികയ്ക്ക് പോസിറ്റീവ് മൊമെന്റം നിലനിർത്താൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച നിഫ്റ്റി 155 പോയിന്റ് കുറഞ്ഞ് 0.6% ഇടിവോടെയാണ് ക്ലോസ് ചെയ്തത്. ഹയർ ലെവലുകളിൽ സെല്ലിംഗ് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലോങ് അപ്പർ ഷാഡോയുള്ള ബെയറിഷ് ക്യാൻഡിലും ചാർട്ടിൽ ഫോം ചെയ്തിരുന്നു. മൊമെന്റം ഇൻഡിക്കേറ്ററുകളായ MACDയും RSIയും ബെയറിഷ് ക്രോസ് ഓവർ സിഗ്നൽ തരുന്നത് മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ഫെയ്ഡ് ആകുന്നതിന്റെ സൂചന എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സൂചികയുടെ മീഡിയൻ ട്രെൻഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും ഇമ്മീഡിയറ്റ് ട്രെൻഡ് വളരെ വീക്കാണെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി പറയുന്നത്. 25,700 എന്ന ലെവലിന് താഴെയുള്ള ഏതൊരു ഡിപ്പും സൂചികയുടെ വീക്ക്നെസ് വർദ്ധിപ്പിച്ചേക്കാമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ 25,500 എന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഒരു സ്ട്രോങ് റീബൗണ്ട് ഉണ്ടായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സമാനമായ വീക്ക് പെർഫോമൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായത്. സൂചിക ഏകദേശം 0.44% കുറഞ്ഞ് 250 പോയിന്റ് ഇടിവോടെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. വീക്കിലി ചാർട്ടിൽ ലോങ് അപ്പർ ഷാഡോയുള്ള ബിയറിഷ് ഗ്രേവ്സ്റ്റോൺ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തതുകൊണ്ട് ഹയർ ലെവലുകളിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ ഉണ്ടായി എന്നാണ് എക്സ്പെർട്ട് പറയുന്നത്. മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ നോക്കുമ്പോൾ RSI ബിയറിഷ് ക്രോസ് ഓവർ സസ്റ്റെയിൻ ചെയ്യുന്നതും ഒപ്പം MACD ഒരു നെഗറ്റീവ് ക്രോസ് ഓവറിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായതുകൊണ്ട് ഓവറോൾ സ്ട്രെങ്ത് വീക്ക് ആകുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ 57,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നാണ് അസിറ്റ് സി മെഹ്ത്ത ഇൻവെസ്റ്റ്മെന്റ് ഇന്റർമീഡിയറ്റ് സീനിയർ ഡെറിവേറ്റീവ് അനലിസ്റ്റായ ഹൃഷികേഷ് യെഡ്വേ പറയുന്നത്. കൂടാതെ 58,600 സൂചികയുടെ റെസിസ്റ്റൻസായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പല സെക്ഷനുകളിലും സർവ്വകാല ഉയരം മറികടക്കുമെന്ന പ്രതീക്ഷ വിപണി നിലനിർത്തിയെങ്കിലും 26,050, 26,100 എന്ന ലെവലിൽ ശക്തമായ വിൽപ്പന സമ്മർദ്ദമായിരുന്നു കാണാൻ സാധിച്ചത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഈ ഇടിവ് തുടരുകയാണെങ്കിൽ നിയർ ടേമിൽ ടെക്നിക്കലി നിഫ്റ്റി ദുർബലമായേക്കാം എന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ഒരു വിഭാഗം അനലിസ്റ്റുകൾ നൽകുന്നത്. എന്നാൽ മികച്ച ഓട്ടോ സെയിൽസ് കണക്കുകളും ഒപ്പം ക്വാർട്ടർലി നമ്പേഴ്സും പബ്ലിഷ് ചെയ്യാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കഴിഞ്ഞാൽ വീണ്ടും ഒരു ബുള്ളിഷ് മൊമെന്റം വീണ്ടെടുക്കാൻ വിപണിക്ക് സാധിച്ചേക്കാം എന്ന ശുഭാപ്തി വിശ്വാസം മറ്റൊരു വിഭാഗം അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നുണ്ട്. ഗുരു നാനക് ജയന്തി പ്രമാണിച്ച് നവംബർ 5-ന് അവധിയായതിനാൽ 4 ട്രേഡിംഗ് സെഷൻ മാത്രമുള്ള വീക്കിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നിക്ഷേപ തീരുമാനങ്ങൾ ജാഗ്രതയോടെ കൈക്കൊള്ളാൻ പ്രേക്ഷകരെ ഓർപ്പിക്കുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അനാലിസിസും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30-ന് മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.